ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് കൊടുവള്ളി എംഎൽഎ കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന എംഎ റസാഖിനെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രദർശിപ്പിച്ചുവെന്നും കാണിച്ച് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് വിധി. യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന എംഎ റസാഖാണ് ഹർജിക്കാരൻ. വിവരങ്ങളുമായി എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൊടുവള്ളി കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, എതിർ സ്ഥാനാർത്ഥി എംഎ റസാഖ് വിജയിച്ചതായി കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എതിർ സ്ഥാനാർത്ഥി വിജയിച്ചതായി കോടതി പ്രഖ്യാപിക്കുന്നത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്നു എംഎ റസാഖ്. 573 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു കാരാട്ട് റസാഖ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നത്. മണ്ഡലത്തിലുടനീളം എംഎ റസാഖിനെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ പ്രദർശിപ്പിച്ചു എന്നാണ് ആരോപണം. വീഡിയോയിൽ അഴിമതിക്കാരനായും മോശക്കാരനായും ചിത്രീകരിച്ച വീഡിയോ ആണ് മണ്ഡലത്തിലുടനീളം എതിർ സ്ഥാനാർത്ഥി പ്രദർശിപ്പിച്ചത് എംഎ റസാഖ് കോടതിയെ സമീപിച്ചത്. ഇത് തന്റെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും തന്റെ ഇമേജിനെ ഇടിച്ചു കാട്ടാനും വേണ്ടിയാണ് എതിർ സ്ഥാനാർത്ഥി ചെയ്തത് എന്നായിരുന്നു എംഎ റസാഖിന്റെ ആരോപണം. എംഎ റസാഖിന്റെ ആരോപണം തെറ്റുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് കോടതി എതിർ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടമനുസരിച്ചാണ് നടപടി. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുന്നു. കാരാട്ട് റസാഖ് എംഎൽഎ അല്ലാതായിരിക്കുന്നു. ഐയുഎംഎൽ സ്ഥാനാർത്ഥിയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ എംഎ റസാഖ് തെരഞ്ഞെടുക്കപ്പെട്ടതായി കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരാട്ട് റസാഖ് ഇടതു സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് മുസ്ലിം ലീഗ് വിട്ട് ഇടതു സ്വതന്ത്രനായി കാരാട്ട് റസാഖ് മത്സരിച്ചത്. നേരത്തെ മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയായിരുന്നു കാരാട്ട് റസാഖ്. എംഎ റസാഖിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പുറത്തു വരികയായിരുന്നു കാരാട്ട് റസാഖ്. ഉടൻ തന്നെ ഇടതുമുന്നണി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊടുവിൽ 573 വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗ് കോട്ടയായ കൊടുവള്ളിയിൽ നിന്ന് കാരാട്ട് റസാഖ് വിജയിച്ചത്. ഇപ്പോൾ കാരാട്ട് റസാഖ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു. കൊടുവള്ളി എംഎൽഎ കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന എംഎ റസാഖിനെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രദർശിപ്പിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് വിധി. യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന എംഎ റസാഖാണ് ഹർജിക്കാരൻ. ഏറ്റവും നിർണായകമായ കോടതി നടപടി എന്നത് എതിർ സ്ഥാനാർത്ഥി എംഎ റസാഖ് വിജയിച്ചു എന്ന് കോടതി പ്രഖ്യാപിച്ചു എന്നതാണ്. ശ്രീനാഥ് തുടരുന്നുണ്ട്. ശ്രീനാഥ്, ഈ ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നതും എന്നാൽ അയോഗ്യനാക്കപ്പെടുന്നതുമായ രണ്ടാമത്തെ എംഎൽഎ എന്ന് വേണം കാരാട്ട് റസാഖിനെ കുറിച്ച് പറയാൻ. നേരത്തെ നികേഷ് കുമാറും കെ എം ഷാജിയും തമ്മിലുള്ള കേസിൽ ഈ ഒരു ആവശ്യം വിജയിയായി പ്രഖ്യാപിക്കണമെന്ന ഒരു ആവശ്യം നികേഷ് കുമാർ ഉന്നയിച്ചിരുന്നു. എങ്കിലും അതിന് കോടതി തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കേസിൽ എതിർ സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കാൻ കോടതി തയ്യാറായത്? എതിർ സ്ഥാനാർത്ഥി തന്നെ വിജയിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു വിജയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പ്രഖ്യാപനം ഉണ്ടായത് എന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും വിധിന്യായം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഇടതു സ്വതന്ത്രനായിട്ടായിരുന്നു കാരാട്ട് റസാഖ് മത്സരിച്ചത്. മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്, കൊടുവള്ളി അറിയപ്പെടുന്നത്. നിരവധി വർഷങ്ങൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ വൻഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച മണ്ഡലമാണ് കൊടുവള്ളി. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ 573 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കാരാട്ട് റസാഖ് വിജയിച്ചത്. തിരിച്ചു വരാം. ഇപ്പോൾ ടി സിദ്ദീഖ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ടി സിദ്ദീഖ്, കൊടുവള്ളി എംഎൽഎ കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഒപ്പം എതിർ സ്ഥാനാർത്ഥി യുഡിഎഫ് സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? നിയമവാഴ്ചയുടെ ഉയർത്തിപ്പിടിക്കലാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഈ വിധിന്യായം തെളിയിക്കുന്നത്. ഞങ്ങൾ ഇത് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങളിനി കാണാൻ ആഗ്രഹിക്കുന്നത് സ്പീക്കർ ഇത് സംബന്ധിച്ച് ശ്രീ കെ എം ഷാജിയുടെ തെരഞ്ഞെടുപ്പ് വിധിയുണ്ടായപ്പോ ആ സന്ദർഭത്തിൽ തന്നെ നിലപാട് പറഞ്ഞതുപോലെ ഈ വിഷയത്തിലും കോടതി വിധി വന്നതായിരിക്കുന്ന ഈ നിമിഷം തന്നെ സത്യപ്രതിജ്ഞയുടെ തീയതി പെട്ടെന്ന് തന്നെ നാളെ തന്നെ നടത്താൻ ആവശ്യമായിട്ടുള്ള നടപടി സ്പീക്കർ സ്വീകരിക്കണം. അന്ന് സ്വീകരിച്ച ആ തൽക്ഷണ നിലപാട് ഈ കാര്യത്തിലും
സ്പീക്കർ സ്വീകരിക്കണമെന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിയമവാഴ്ചയുടെ പൂർണ്ണമായ ഉയർത്തിപ്പിടിക്കലാണ്. ഹവാല പണവും ദുസ്വാധീനവും താനീ വളരെ മോശമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനവും സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുത്തത്. ആ വിധിയാണ് ഇത് ഇന്ന് ബഹുമാനപ്പെട്ട കോടതി നൽകിയിരിക്കുന്നത്. ആ വിധിയോടുകൂടി ഒരു കാര്യം വളരെയധികം വ്യക്തമായിരിക്കുന്നു. ഒരു കാരണവശാലും ജനാധിപത്യത്തിന് ഹിതകരമല്ലാത്ത പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത പണച്ചാക്കുകളെയും അതുപോലെ മറ്റു പാർട്ടികളിൽ നിന്ന് ഒഴിവാക്കുന്ന ആളുകളെ ഏറ്റെടുത്ത് സാമ്പത്തിക ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സമീപനത്തിനുമേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ കോടതി വിധി. പക്ഷേ ശ്രീ ടി സിദ്ദിഖ്, ഇതിനു മുൻപും ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കുക എന്നതൊരു കോടതി നടപടിയായിരുന്നില്ല. അങ്ങനെ എങ്ങനെ ഒരു നിഗമനത്തിലേക്ക് കോടതിക്ക് എത്താൻ കഴിയും എന്ന ചോദ്യമൊക്കെ ഉയരുന്ന ഒരു വിധി കൂടിയല്ലേ ഇത്? ഒന്ന്, കൊടുവള്ളിയിൽ ചെറിയ മാർജിനാണ് ശ്രീ കാരാട്ട് റസാഖ് അന്ന് ജയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ അളവുകോലും അതിന്റെ സ്വാധീനവും അൺഹെൽത്തി പ്രാക്ടീസ് ചെയ്താൽ പിന്നെ അവിടെ വരുന്നതായിരിക്കുന്ന കാര്യം ഒന്നുകിൽ ആ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്ത് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ആളെ നിലവിലുള്ളതായിരിക്കുന്ന MLA-ഷിപ്പ് കട്ട് ചെയ്യുക, എന്നിട്ട് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോവുക. അതല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ പുതിയതായിരിക്കും നിലവിലുള്ള ആളുടെ വിജയത്തെ അസ്ഥിരപ്പെടുത്തി പെറ്റീഷനുമായിട്ട് വന്നിരിക്കുന്ന സ്ഥാനാർത്ഥിയെ രണ്ടാമതായി വന്നിരിക്കുന്ന ആളെ വിജയിയായി പ്രഖ്യാപിക്കുക. അതിന്റെ കാര്യകാരണ സഹിതമുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രീ MA റസാഖ് മാഷ് എന്ന് പറയുന്ന UDF-ന്റെ പ്രഗത്ഭനായ സാധിച്ചു എന്നുള്ളതാണ് കാര്യം. വളരെ നന്ദി ശ്രീ ടി സിദ്ദിഖ് ഞങ്ങളോട് സഹകരിച്ചതിന്. കൊടുവള്ളി MLA കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന MA റസാഖിനെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രദർശിപ്പിച്ചുവെന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായിരുന്ന MA റസാഖാണ് ഹർജിക്കാരൻ. ഏറ്റവും ശക്തിയേറിയ പോരാട്ടമായിരുന്നു കൊടുവള്ളിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. രണ്ട് റസാഖുമാരുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു. UDF-ന്റെ കോട്ട ആയിരുന്ന കൊടുവള്ളിയിൽ കാരാട്ട് റസാഖിന്റെ വിജയം ആ രീതിയിൽ ആഘോഷിക്കപ്പെട്ടതുമാണ്. ആ വിജയമാണ് ഇപ്പോൾ കോടതി റദ്ദാക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന MA റസാഖ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ KM ഷാജിയുടെ വിജയത്തിനെതിരെ നികേഷ് കുമാർ നൽകിയ ഹർജി, അതിൽ കോടതി സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കുകയുണ്ടായിരുന്നു. ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലും ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. രണ്ടാമത്തെ MLA ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന രണ്ടാമത്തെ MLA ആണ് ഇപ്പോൾ അയോഗ്യനാക്കപ്പെടുന്നത്. കൊടുവള്ളി MLA കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന MA റസാഖിനെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രദർശിപ്പിച്ചു എന്ന കാട്ടി എതിർ സ്ഥാനാർത്ഥി തന്നെ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത്. അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്നതായിരുന്നു ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയാണ് കാരാട്ട് റസാഖിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ കാരാട്ട് റസാഖിനെ MLA ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. കൊടുവള്ളി MLA കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന MA റസാഖിനെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രദർശിപ്പിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി. UDF സ്ഥാനാർത്ഥിയായിരുന്ന MA റസാഖാണ് ഹർജിക്കാരൻ. ഏറ്റവും ശ്രദ്ധേയമായ മത്സരമായിരുന്നു കഴിഞ്ഞ തവണ കൊടുവള്ളിയിൽ നടന്നത്. മുഹമ്മദ് ഷഹീദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഷഹീദ്, ഏറ്റവും ശ്രദ്ധേയമായ മത്സരമായിരുന്നു
കൊടുവള്ളിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത്. 2 റസാഖുമാരുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. അവിടെ UDF കോട്ടയിൽ LDFന് വിജയം നേടാനായി എന്നത് അവരെ സംബന്ധിച്ച് വലിയ നേട്ടവുമായിരുന്നു. ആ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ റദ്ദാക്കുന്നത്. കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. എങ്ങനെ വേണം നമ്മൾ ഇതിനെ കാണാൻ? രേണുക സൂചിപ്പിച്ചതുപോലെ വലിയ പോരാട്ടം ഇടതുപക്ഷവും UDFും LDFും തമ്മിൽ വലിയ പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു കൊടുവള്ളി. ലീഗിനൊപ്പം നിന്നിരുന്ന കാരാട്ട് റസാഖ് ലീഗിൽ നിന്ന് മുസ്ലിം ലീഗ് രാജിവെച്ചാണ് CPM സ്വതന്ത്രനായി കൊടുവള്ളിയിൽ മത്സരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് നടത്തിയ പോരാട്ടത്തിൽ 500-ൽ പരം വോട്ടുകൾക്കാണ് വിജയിച്ചു കയറുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എതിർ സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിന്റെ MA റസാഖിനെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അത്തരത്തിലുള്ള പ്രചരണം നടത്തി എന്നാണ് ഈ പരാതിക്കാരൻ അത്തരം ഒരു പരാതിയുമായാണ് കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി MA റസാഖ് അവിടെ കിഴക്കോത്ത് പഞ്ചായത്ത് അംഗമായിരുന്ന സമയത്ത് പഞ്ചായത്തിൽ നിന്നും ഒരു വീട് അനുവദിക്കുന്നതിന് വേണ്ടി ഉപഭോക്താവിൽ നിന്നും പണം കൈക്കൂലി വാങ്ങി എന്നുള്ളൊരു ആരോപണമാണ് ഇവർ എതിർ സ്ഥാനാർത്ഥിയായ അല്ലെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെട്ട കാരാട്ട് റസാഖിന്റെ പ്രചരണത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രചരണം നടന്നത്. അതായത് ഒരു CD തയ്യാറാക്കി ഇത്തരമൊരു അഴിമതി നടന്നു, അതിൽ നിന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി MA റസാഖ് പണം വാങ്ങിയതായി വ്യക്തമാക്കുന്ന ഒരു CD തയ്യാറാക്കി പ്രചരിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത് എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തി. ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ KN ഖാദർ MLA ടെലിഫോൺ ലൈനിൽ. ശ്രീ KN ഖാദർ, കൊടുവള്ളി MLA കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി MA റസാഖ് നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? അല്ല, കോടതിയുടെ തീരുമാനം വളരെ ന്യായമായ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരാട്ട് റസാഖ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന MA റസാഖ് മാസ്റ്റർക്കെതിരായിട്ട് വളരെ വ്യാപകമായ അപവാദ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. അതെല്ലാം കൃത്രിമമായി നിർമ്മിച്ച അപവാദ പ്രചരണങ്ങളായിരുന്നു. അതിന് അനാവശ്യമായിട്ടുള്ള തെളിവുകളൊക്കെ സ്വന്തമായിട്ട് കോൺകോക്റ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എവിഡൻസ് ഒക്കെയാണ് കൊടുത്തത്. അത് കോടതി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. എന്തായാലും വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നേരത്തെ തന്നെ നല്ല വിവാദമായിരുന്ന ഒരു വിഷയമായിരുന്നു അത്. ശ്രീ KN ഖാദർ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുക്കപ്പെട്ട 2ാമത്തെ MLA ആണ് അയോഗ്യനാക്കപ്പെടുന്നത്. ആദ്യം അയോഗ്യനാക്കിയ KM ഷാജി ലീഗ് MLA ആണ്. ഇപ്പോൾ 2ാമത്തെ കേസിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ നിയമ പോരാട്ടം എന്തായാലും തുടരാൻ തന്നെയായിരിക്കും സാധ്യത. മറുപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിൽ പോലും അതിനെ നേരിടാനും ഇതേപോലെ നിങ്ങൾക്ക് അനുകൂലമായ വിധി തന്നെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അല്ല, ഞങ്ങള് ന്യായത്തിന്റെയും സത്യത്തിന്റെയും ഭാഗത്ത് നിൽക്കുള്ളൂ. സത്യസന്ധമായിട്ട് കോടതി രേഖകൾ പരിശോധിച്ച് നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് അതിലൊരു തീരുമാനം എടുക്കുന്നതിനിപ്പോ നമുക്ക് തടസ്സമൊന്നും പറയാൻ പറ്റില്ലല്ലോ. വളരെ സത്യസന്ധമായ രീതിയിൽ യഥാർത്ഥ രേഖകൾ പരിശോധിച്ച് കോടതി എടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചു വരുന്നത് നയം. തീർച്ചയായിട്ടും ഈ കേസുകളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള നിയമ പോരാട്ടം നടക്കും. ആ പോരാട്ടങ്ങൾക്കൊടുവിൽ സത്യം ജയിക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഒരു നല്ല സൂചനയായിട്ട് ഞാൻ കാണുന്നു. വളരെ നന്ദി ശ്രീ KN ഖാദർ ഞങ്ങളോട് സഹകരിച്ചത്. കൊടുവള്ളി MLA കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന MA റസാഖിനെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രദർശിപ്പിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായിരുന്ന MA റസാഖാണ് ഹർജിക്കാരൻ. മുഹമ്മദ് ഷഹീദ് തുടരുന്നുണ്ട്. ഷഹീദ്, കോടതിയുടെ ഈ ഉത്തരവിലേക്ക് എത്തിച്ച ഘടകം എന്ന് പറയുന്നത് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ അപകീർത്തികരമായ വീഡിയോകൾ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ടായ സംഭവത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഇപ്പോൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി MA റസാഖ് ആണ് വിജയായി, അല്ലെങ്കിൽ റസാഖിന്റെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ കോടതി നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ MA റസാഖ്, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി MA റസാഖ് കിഴക്കോത്ത് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പ്രവർത്തിച്ചിരുന്ന സമയത്ത് അവിടെ ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ നിന്നും പണം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഉപഭോക്താവിൽ നിന്നും ഈ പണം അനുവദിക്കുന്നതിന് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നാണ് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോൾ കോടതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണം.
ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തയ്യാറാക്കി. കാരാട്ട് റസാഖിന്റെ പ്രചരണ സംവിധാനം ഒരു വീഡിയോ തയ്യാറാക്കി ഉടനീളം മണ്ഡലത്തിലുടനീളം പ്രചരിപ്പിച്ചിരുന്നു. ഇത് ആ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചില സംഘർഷങ്ങൾ പോലും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഉണ്ടായി. അതായത് കാരാട്ട് റസാഖിന്റെ ഈ വീഡിയോ പ്രചരണം, ഈ വാഹനം പലയിടത്തും മുസ്ലിം ലീഗ് പ്രവർത്തകർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ MK മുനീർ മാധ്യമങ്ങളെ രേഖാമൂലം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, റദ്ദാക്കി പകരം ഉള്ള സ്ഥാനാർത്ഥി ജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്പീക്കറുടെ പ്രതികരണമാണ് കാത്തിരിക്കുന്നത്. സ്പീക്കറാണ് ഇനി പ്രതികരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ MA റസാഖിനെ അസംബ്ലിയിലേക്ക് കയറ്റാൻ അനുവദിക്കും. അദ്ദേഹം ജയിച്ചിട്ടുണ്ടെങ്കിൽ 25-ാം തീയതി അദ്ദേഹത്തിന് കയറാനുള്ള അവസരം കൊടുക്കണമല്ലോ, സ്റ്റേ കിട്ടുന്നത് വരെ. സുപ്രീം കോടതി സ്റ്റേ കിട്ടുന്നത് വരെ 25-ാം തീയതി അദ്ദേഹത്തിന് നിയമസഭയിൽ വരാനുള്ള അവകാശമുണ്ട്. MK മുനീർ സംസാരിക്കുകയായിരുന്നു. അവർക്ക് അനുകൂലമായ വിധി ഉണ്ടായിരിക്കുന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഒപ്പം തന്നെ സ്പീക്കറാണ് ഇനി നിലപാടെടുക്കേണ്ടത് എന്ന് പറയുന്നു. സുപ്രീം കോടതിയെ സമീപിക്കും വരെ എതിർ സ്ഥാനാർത്ഥി ജയിച്ചതായി പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാനുള്ള അധികാരം ഉണ്ട് എന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. സ്പീക്കർ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. കാരാട്ട് റസാഖിന്റെ നീക്കം എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. കോടതിയെ സമീപിക്കാനുള്ള അദ്ദേഹത്തിന്റെ അവകാശം അത് എങ്ങനെ അദ്ദേഹം വിനിയോഗിക്കുന്നു എന്നതും ഇനി വരും മണിക്കൂറുകളിൽ അറിയേണ്ട കാര്യമാണ്. ഷഹീദ് തുടരുന്നുണ്ട്. ഷഹീദ്, പറഞ്ഞു വന്നത് പൂർത്തിയാക്കാം. രേണുക, ആ തരത്തിൽ വലിയ ഇഞ്ചോടിഞ്ച് മത്സരം കൊടുവള്ളിയിൽ അന്ന് നടന്നത്. ഏറ്റവും പ്രധാനമായും മുസ്ലിം ലീഗിൽ ഒപ്പമുണ്ടായിരുന്ന കാരാട്ട് റസാഖ് അവസാന നിമിഷം മുസ്ലിം ലീഗ് അംഗത്വം രാജിവെച്ച് പുറത്തു വന്ന് CPM സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യം. ഈ രീതിയിൽ കേരള രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കിയിരുന്ന വലിയ ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന, ഇടത് വലുത് പോരാട്ടം നടന്ന ഒരു മണ്ഡലമായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി MA റസാഖിനെതിരെ ഈ കാരാട്ട് റസാഖിന്റെ പ്രചരണ സംവിധാനം ഈ തരത്തിൽ പ്രചരണം നടത്തിയെന്ന ഒരു വിമർശനം ആ കാലഘട്ടത്തിൽ തന്നെ ഉയർന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡലത്തിൽ പ്രചരണ ഘട്ടത്തിൽ തന്നെ വലിയ സംഘർഷം ഉടലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പിന്നീടാണ് വിജയിക്കപ്പെട്ട ശേഷം 500-ൽ പരം വോട്ടുകൾക്ക് കാരാട്ട് റസാഖ് വിജയിക്കുകയാണ്. അതിനുശേഷമാണ് ഈ MA റസാഖിന്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പരാതിയുമായി കോടതിയിലേക്ക് പോകുന്നത്. ഈ പരാതിയാണ് ഇപ്പോൾ കോടതി പരിഗണിച്ച് ഇപ്പോൾ കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് പിളർന്ന് PTI റഹീമിന്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗം പിളർന്ന് മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തിയ ഒരു മണ്ഡലം കൂടിയാണ് കൊടുവള്ളി. ആ തലത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. PTI റഹീമിന്റെ പിൻഗാമിയായി ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാരാട്ട് റസാഖ് കോടതിയെ സമീപിക്കും എന്ന ഏറ്റവും പുതിയ വാർത്ത വരുന്നു. ഒപ്പം അഡ്വക്കേറ്റ് A ജയശങ്കർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലും ചേരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഇവിടെ എതിർ സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ കോടതി നടപടികളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തുന്നത് അത്ര അപൂർവമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ എതിർ സ്ഥാനാർത്ഥി വിജയിച്ചായിട്ട് പ്രഖ്യാപിച്ച സംഭവങ്ങൾ കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുള്ള സന്ദർഭമുണ്ട്. മിക്കവാറും വോട്ട് എണ്ണുന്നതിൽ വന്ന തകരാറ്, വോട്ടെണ്ണയിൽ തെറ്റുപറ്റി. അപ്പോൾ തോറ്റ സ്ഥാനാർത്ഥിക്ക് ജയിച്ച സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ തോറ്റ സ്ഥാനാർത്ഥിയെ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. അല്ലെങ്കിൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ കുറെ വോട്ടുകൾ അസാധുവായിട്ട് കണ്ടെത്തുകയാണെങ്കിൽ അസാധുവായ വോട്ടുകൾ നീക്കം ചെയ്തതിനു ശേഷം തോറ്റ ആളെ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. അതാണ് അതിൻ്റെ ഒരു സാധാരണ നടപടി. തെരഞ്ഞെടുപ്പ് അഴിമതി തെളിഞ്ഞ കേസിൽ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തുക മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ KM ഷാജിയുടെ കേസിൽ അങ്ങനെ ഉണ്ട്. നികേഷ് കുമാറിന് ജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. നേരെ മറിച്ച് ഷാജിയെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ആ മണ്ഡലത്തിൽ ഇപ്പൊ രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന അവസ്ഥയിൽ നിൽക്കുന്നു. ഇപ്പൊ സുപ്രീം കോടതിയിൽ സ്റ്റേ ഉള്ളോട്ട് രണ്ടാമത് തെരഞ്ഞെടുപ്പ് ഉടനെ നടത്തേണ്ടതില്ല എന്ന് മാത്രം. ഒരു സ്ഥാനാർത്ഥിയെ വിജയിച്ചായിട്ട് പ്രഖ്യാപിച്ചാൽ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ നമ്മുടെ PC തോമസിന്റെ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തിയ സന്ദർഭത്തിൽ PC തോമസ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തുക മാത്രമല്ല, തോറ്റ സ്ഥാനാർത്ഥി PM ഇസ്മായിൽ ജയിച്ചതായിട്ട് കൂടി ഹൈക്കോടതി പ്രഖ്യാപിച്ചു. പക്ഷെ അത് ഫലപ്രദമായില്ല. കാരണം അതിന് മുമ്പായിട്ട് സ്റ്റേ വന്നതുകൊണ്ട് ഈ നടപടിക്രമം പൂർത്തീകരിച്ചില്ല. PM ഇസ്മായിൽ ഒരു ദിവസം പോലും പാർലമെന്റിൽ പോയി ഇരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് MP ആകാനും കഴിഞ്ഞില്ല. അപ്പൊ സാധാരണ ഇത് അസാധാരണമായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ നടത്തുക പതിവില്ല. ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചോദ്യം ചെയ്യപ്പെടുന്നില്ലല്ല. വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഒരാൾ ജയിച്ചായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ജയിച്ച ആൾക്ക് നാളെ വേണമെങ്കിൽ നിയമസഭയിൽ പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അദ്ദേഹത്തിന്
ആ സ്ഥാനത്ത് MLA ആയിട്ട് ഇരിക്കാം. അങ്ങനെ ഇരുന്ന സംഭവങ്ങളുണ്ടായിട്ട് പണ്ട് ശ്രീ നീലൂരിദാസ് നാടാറിനെ തെരഞ്ഞെടുപ്പ് സ്ഥിരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പകരം തോറ്റ സ്ഥാനാർത്ഥി ജോർജ് മസ്ക്രീൻ ജയിച്ചായിട്ട് പ്രഖ്യാപിച്ചു. മസ്ക്രീൻ MLA ആയിട്ട് ഇരുന്നു. അങ്ങനെ ഉണ്ടായ സംഭവം ഉണ്ടായിട്ട്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ, ഞങ്ങളോട് സഹകരിച്ചതിന്. സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. എന്തായാലും കൊടുവള്ളി MLA കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു.